ഹായ് ഓൾ. ഓഡിറ്റിങ്ങിൻ്റെ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് കുറച്ച് ഡിഫറൻസുകളാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ബുക്ക് കീപ്പിംഗ് ആൻഡ് ഓഡിറ്റിംഗ് തമ്മിലുള്ള ഡിഫറൻസും അതുപോലെ ഓഡിറ്റിംഗ് ആൻഡ് അക്കൗണ്ടൻസി തമ്മിലുള്ള ഡിഫറൻസുമാണ്. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബുക്ക് കീപ്പിംഗ് ആൻഡ് ഓഡിറ്റിംഗ് എന്ന സെക്ഷനാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇതിനു മുമ്പ് ബുക്ക് കീപ്പിംഗ് എന്താണെന്നുള്ളത്? നമുക്ക് നോക്കാം എന്താണ് ബുക്ക് കീപ്പിംഗ് എന്നുള്ളത്. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുക്ക് കീപ്പിംഗ് ഈസ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ഡേ ടു ഡേ ബിസിനസ് ട്രാൻസാക്ഷൻ. ഡെയിലി ബിസിനസ്സിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ബുക്ക് കീപ്പിംഗ്. നമ്മളെ പല പുസ്തകങ്ങളിലും പല ബിസിനസ് സ്ഥാപനങ്ങളിലും ചെറിയ രീതിയിലുള്ള ബുക്ക് കീപ്പേഴ്സ് ഉണ്ടാവും. അതായത് അവിടെ നടക്കുന്ന ചെറിയ ചെറിയ ട്രാൻസാക്ഷനും കാര്യങ്ങളെല്ലാം അവരാദ്യം എന്ത് ചെയ്യും, ആ പുസ്തകത്തിലാണ് റെക്കോർഡ് ചെയ്യുക. അതിനുശേഷം അവരത് അക്കൗണ്ട്സിന് കൈമാറിയിട്ട് അക്കൗണ്ട്സ് അത് അക്കൗണ്ടിങ് ടേംസിൽ എവിടെയാണോ രേഖപ്പെടുത്തേണ്ടതെന്നുണ്ടെങ്കിൽ അതിൽ രേഖപ്പെടുത്തും. അപ്പോൾ ആദ്യം ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ സിമ്പിളാണ്. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേ ടു ഡേ ബിസിനസ് ട്രാൻസാക്ഷൻസ് രേഖപ്പെടുത്തുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് ബുക്ക് കീപ്പിംഗ്. നമ്മളെ ജേണൽ ലെഡ്ജർ പോലെ. ഓക്കെ. അപ്പോൾ നമ്മൾ ഓഡിറ്റിംഗ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിൽ വെരിഫിക്കേഷൻ ഓഫ് അക്കൗണ്ട്സ് ആണ്. അതിൻ്റെ ഫാക്റ്റും ട്രൂത്ത്നെസ്സും എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓഡിറ്റിംഗ് നടത്തുന്നത്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കുക. ആദ്യം നമ്മൾ നോക്കുന്നത്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത് ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ ആർട്ട് ഓഫ് റെക്കോർഡിംഗ് ദ ഡെയിലി ട്രാൻസാക്ഷൻ ഇൻ എ സെറ്റ് ഓഫ് ഫൈനാൻഷ്യൽ ബുക്സ്. സെറ്റ് ഓഫ് ഫൈനാൻഷ്യൽ ബുക്സിൽ ഡേ ടു ഡേ ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യപ്പെടുന്ന പ്രോസസ്സിനെ പറയുന്ന പേരാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ. അതിന് ജേണൽസ് ആയിട്ടും ലെഡ്ജറായിട്ടും നമ്മൾ എഴുതും. എന്നാൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഇസ് എ വെരിഫിക്കേഷൻ ഓഫ് അക്യുറസി ഓഫ് ദി എൻറ്റയർ എൻട്രീസ് മെയ്ഡ് ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ബൈ അക്കൗണ്ടൻറ്റ് ഓർ ക്ലർക്ക് ഓർ ബുക്ക് കീപ്പർ. ആരാണോ രേഖപ്പെടുത്തുന്നത് അയാൾ രേഖപ്പെടുത്തിയ ഓരോ റെക്കോർഡ്സിൻ്റെയും വെരിഫൈ ചെയ്യുക, അക്യുറസി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വെരിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. രണ്ടാമത്തെ ഡിഫറൻസ് നോക്കാം. ദ വർക്ക് ഓഫ് ബുക്ക് കീപ്പിംഗ് ഈസ് ഡൺ ബൈ ദി ജൂനിയർ അക്കൗണ്ടൻറ്റ് ഓർ ബുക്ക് കീപ്പർ. ഈ ബുക്ക് കീപ്പിംഗ് നടത്തുന്നത്, അത് ആ പ്രോസസ്സ് ചെയ്യുന്ന ആളെ പേര് ബുക്ക് കീപ്പർ എന്നാണ്. അതൊന്നെങ്കിൽ ഒരു ജൂനിയർ അക്കൗണ്ടൻ്റ് ആവാം, അല്ലെങ്കിൽ കമ്പനി ഒരു ബുക്ക് കീപ്പർ എന്നുള്ള പോസ്റ്റിലേക്ക് തന്നെ ആളെ നിയമിച്ചിട്ടുണ്ടാവും, അയാളായിരിക്കും ചെയ്യുക. എന്നാൽ ദ വർക്ക് ഈസ് ഡൺ ബൈ ഓഡിറ്റർ. ഓഡിറ്റിംഗ് നടത്തുന്നത് ഓഡിറ്ററാണ്, ബുക്ക് കീപ്പിംഗ് നടത്തുന്നത് ബുക്ക് കീപ്പറാണ്, അല്ലെങ്കിൽ ജൂനിയർ അക്കൗണ്ടൻ്റ് ആണ്. ഓക്കെ. മൂന്നാമത്തെ ഡിഫറൻസ് നോക്കാം. ബുക്ക് കീപ്പിങ്ങിലുള്ളത് ജനറലി ബുക്ക് കീപ്പേഴ്സ് ഡു നോട്ട് പൊസസ് എനി സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് ഫോർ റെക്കോർഡിംഗ് ബിസിനസ് ട്രാൻസാക്ഷൻ. ബുക്ക് കീപ്പർമാർക്ക് സ്പെഷ്യലായിട്ടുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊന്നും ആവശ്യമില്ല. അവർക്ക് ഒരു എൻട്രി വരുന്നു, അത് നേരെ എഴുതി വെച്ചാൽ മാത്രം മതി. ഇതിൻ്റെ പർപ്പസ് എന്താണെന്നോ ഇതെന്തിനാണ് ഉപയോഗിക്കുക, അങ്ങനത്തെ ഒരു സ്പെഷ്യൽ ട്രെയിനിങ്ങിനൊന്നും ആവശ്യം ബുക്ക് കീപ്പേഴ്സിനില്ല. പക്ഷേ ഓഡിറ്റേഴ്സിന് എന്തിൻ്റെ സ്പെഷ്യൽ നോളജ് വേണം, ട്രെയിനിങ് വേണം. ക്വാളിഫൈഡ് ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആയിരിക്കും ഓഡിറ്റിംഗ് നടത്തുക, ഓഡിറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അവർക്ക് അതിൻ്റേതായിട്ടുള്ള സ്പെഷ്യൽ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കും. ബുക്ക് കീപ്പേഴ്സിന് ട്രെയിനിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറയുന്നത്. അവർക്ക് എന്താണ് റെക്കോർഡ് ചെയ്തത് മാത്രം പറഞ്ഞു കൊടുത്താൽ മതി, അവരെ ഡയറക്റ്റ് ചെയ്തോളും. നെക്സ്റ്റ് ഡിഫറൻറ്റ് എന്താണെന്നുണ്ടെങ്കിൽ ദ വർക്ക് ഇൻ ബുക്ക് കീപ്പിംഗ് ഈസ് മെയിൻലി കൺസേൺ വിത്ത് ജേർണലൈസിങ്, പോസ്റ്റിംഗ്, ടോട്ടലിംഗ് ആൻഡ് ബാലൻസിങ് വേരിയസ് ലെഡ്ജർ അക്കൗണ്ട്സ്. ഇതാണ് ബുക്ക് കീപ്പർ ചെയ്യുന്ന ജോലി. ഒരുപാട് അക്കൗണ്ട്സ് ഉണ്ട്, അതിൽ ജേർണലൈസ് ചെയ്യും, അതുപോലെ പോസ്റ്റിംഗ് നടത്തും, പിന്നെ എന്തെങ്കിലും ടോട്ടൽ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അത് ടോട്ടൽ ചെയ്ത് വെക്കും, അതിൽ ബാലൻസ് ചെയ്ത് വെക്കും. അതായത് അവർക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തിട്ടുള്ള ചെറിയ അക്കൗണ്ട്സ് പറഞ്ഞാൽ ചെറിയ ബുക്സ് ഉണ്ടാവും, അത് മാത്രമാണ് അവർ ചെയ്യുക. ജസ്റ്റ് ഡേ ടു ഡേ ട്രാൻസാക്ഷൻസ് മാത്രം പോസ്റ്റ് ചെയ്യുന്ന ഡ്യൂട്ടി മാത്രമാണ് ബുക്ക് കീപ്പേഴ്സിനുള്ളത്. പക്ഷേ ഓഡിറ്റർക്ക് അങ്ങനെയല്ല. ദ മെയിൻ വർക്ക് ഈസ് കൺസേൺ വിത്ത് വെരിഫിക്കേഷൻ ആൻഡ് ത്രൂ സ്ക്രൂട്ടിനി ഓഫ് അക്കൗണ്ട്സ് ആസ് ദി റെക്കോർഡഡ് ട്രാൻസാക്ഷൻ ആർ ബോണഫൈഡ്. ഈ ഓരോ ട്രാൻസാക്ഷൻസിൻ്റെയും അക്യുറസി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എത്രത്തോളം കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി അത് വെരിഫൈ ചെയ്യുന്ന ഡ്യൂട്ടിയാണ് ഓഡിറ്റർക്കുള്ളത്. ഓക്കെ. നെക്സ്റ്റ്
ഡിഫറൻസ് എന്താണെന്നുണ്ടെങ്കിൽ ദ വർക്ക് ഈസ് മോർ ഓർ ലെസ് മെക്കാനിക്കൽ ഓർ ഓഫ് റുട്ടീൻ ഇൻ നേച്ചർ. നൗ ദ കമ്പ്യൂട്ടർ ബുക്ക് കീപ്പിംഗ് മെഷീൻസ് ആൻഡ് ലെഡ്ജർ മെഷീൻസ് ആർ യൂസ്ഡ് ഫോർ ബുക്ക് കീപ്പിംഗ്. അതായത് ബുക്ക് കീപ്പറുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു റുട്ടീൻ വർക്കാണ്. അതിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നുമില്ല. അത് എന്നും ചെയ്യുന്ന പോലെ ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു പ്രോസസ്സാണ് ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ. പക്ഷേ ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ അതൊരു മെക്കാനിക്കൽ രൂപമാണെന്നാണ് ബുക്ക് കീപ്പിംഗ് പറയുന്നത്. അതായത് വലിയ ബുദ്ധി കാര്യങ്ങളൊന്നും വേണ്ട, അതിങ്ങനെ ഒരു ഫ്ലോയിൽ അങ്ങനെ നടന്നു പോകും. എന്നാൽ ഓഡിറ്റർ വർക്ക് അങ്ങനെയല്ല. ഓഡിറ്റർ ടെക്നിക്കൽ നേച്ചറാണ്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ വശങ്ങളും നോക്കി അതിനനുസരിച്ച് മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ പല കമ്പനിയിലും ബുക്ക് കീപ്പിങ്ങിനായിട്ട് സ്പെഷ്യൽ സ്റ്റാഫിനൊന്നും വെക്കുന്നില്ല. ആരാണ് സെയിൽസ് നടത്തുന്നത് അയാൾ തന്നെ കമ്പ്യൂട്ടർ മെഷീൻസ് യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ബുക്ക് കീപ്പിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ബുക്ക് കീപ്പിംഗ് ഈസ് കണ്ടിന്യൂസ് പ്രോസസ് ഡൺ ത്രൂ ഔട്ട് ദ ഇയർ. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വർഷം മുഴുവൻ നീളുന്ന ഒരു പ്രോസസ്സാണ്. എന്നാൽ ഓഡിറ്റിംഗ് അങ്ങനെയല്ല. ജനറലി ഓഡിറ്റിംഗ് ഈസ് ഡൺ ദ കംപ്ലീഷൻ ഓഫ് ദി ഇയർ. ആ ഇയർ കംപ്ലീറ്റ് ആയതിൻ്റെ ശേഷമാണ് എന്ത് ചെയ്യുക, ഓഡിറ്റിംഗ് നടത്തുക. ബുക്ക് കീപ്പർ ആർ റെഗുലർ ആൻഡ് പെയ്ഡ് എംപ്ലോയി. സ്വാഭാവികമാണ്, നമ്മളെ കമ്പനിയിൽ ഡേ ടു ഡേ ട്രാൻസാക്ഷൻ ഡെയിലി ത്രൂ ഔട്ട് ഇയർ നടത്തണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്തായിരിക്കണം, ആ കമ്പനിയിലെ ഒരു എംപ്ലോയി ആയിരിക്കണം. പെയ്ഡ് എംപ്ലോയി ആണ്, റെഗുലർ എംപ്ലോയി ആണ്. ഓക്കെ. ഓഡിറ്റർ ആർ ദ ഔട്ട്സൈഡേഴ്സ് അപ്പോയിൻറ്റഡ് ഫോർ എ സ്പെസിഫിക് ജോബ്. ഓഡിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഔട്ട്സൈഡറാണ്, നമ്മളെ കമ്പനീൻ്റെ ഉള്ളിലുള്ള ആളല്ല, കമ്പനീൻ്റെ പുറത്തുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് ഫീസ് കൊടുത്തിട്ട് നമ്മളെ കമ്പനി അപ്പോയിൻറ്റ് ചെയ്യുന്ന ആളാണ് എന്ത്, ഓഡിറ്റർ. ബുക്ക് കീപ്പേഴ്സിന് സാലറി ആയിരിക്കും, ഓഡിറ്റേഴ്സിന് ഫീസ് ആയിരിക്കും, ഡിഫറെൻറ്റ്. ഓക്കെ. നെക്സ്റ്റ് ഡിഫറെൻറ്റ് നോക്കാം. ബുക്ക് കീപ്പിംഗ് വർക്ക് ഈസ് കൺസ്ട്രക്റ്റീവ് ഇൻ അപ്രോച്ച്. ഓഡിറ്റിംഗ് വർക്ക് ഈസ് ക്രിട്ടിക്കൽ ആൻഡ് അനലിറ്റിക്കൽ അപ്രോച്ച്. മറ്റേത് ജസ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യുന്നുള്ള വർക്ക് മാത്രമാണ് ബുക്ക് കീപ്പേഴ്സ് ഉണ്ടാവുക. എന്നാൽ ഇവരെ വർക്കിൻ്റെ പ്രത്യേകത എന്താണെന്നുണ്ടെങ്കിൽ ക്രിട്ടിക്കലായിട്ട് തിങ്ക് ചെയ്യും, അതേമാതിരി അനലിറ്റിക്കലായിട്ടുള്ള അപ്രോച്ചാണ് ഓഡിറ്റർ നടത്തുക. ദ വർക്ക് ഓഫ് ബുക്ക് കീപ്പിംഗ് ഈസ് പ്രൊസീഡ് ഓഡിറ്റിംഗ്. അതായത് ബുക്ക് കീപ്പിംഗ് എവിടെയാണ് അവസാനിക്കുന്നത് അപ്പോഴാണ് അതിന് ശേഷമാണ് ഓഡിറ്റിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. ദ വർക്ക് ഓഫ് ഓഡിറ്റിംഗ് സ്റ്റാർട്ട് വെൻ ദ ബുക്ക് കീപ്പിംഗ് എൻഡ്സ്. ബുക്ക് കീപ്പിംഗ് എപ്പോൾ അവസാനിക്കുന്നു അപ്പോൾ ഓഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞത്. പക്ഷെ അതിനുള്ളിൽ നേരിട്ട് ഓഡിറ്റിംഗ് അല്ല സ്റ്റാർട്ട് ചെയ്യുക, അതിനുള്ളിൽ അക്കൗണ്ടൻസി എന്നുള്ള പ്രോസസ്സ് നടക്കാറുണ്ട്. അക്കൗണ്ടിങ് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഓഡിറ്റർ വെരിഫൈ ചെയ്യുക. ഓക്കെ. ബുക്ക് കീപ്പിംഗ് ഈസ് ഓഫ് ദി കറണ്ട് പീരീഡ്. ഇത് ഇപ്പോൾ നടക്കുന്ന സമയമാണ്. അതായത് ഈ ഇയറിൽ അല്ലെങ്കിൽ ഈ കറണ്ട് ആയിട്ടുള്ള സ്റ്റേറ്റിൽ നടക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ സിമ്പിൾ പ്രസൻറ്റ് എന്ന് പറയില്ലേ, ആ സംഭവമാണ് എന്ത് ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ. ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ റെട്രോസ്പെക്റ്റീവ്, കഴിഞ്ഞു പോയ ഒരു കാലത്തെ കുറിച്ച് അല്ലെങ്കിൽ ഒരു പീരീഡ് അവസാനിച്ചു അതിൻ്റെ ശേഷമാണ് ഇത് വെരിഫൈ ചെയ്യുക. ബുക്ക് കീപ്പേഴ്സ് നീഡ് നോട്ട് പ്രിപ്പയർ റിപ്പോർട്ട്. ബുക്ക് കീപ്പർക്ക് പ്രത്യേകിച്ച് റിപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും പ്രിപ്പയർ ചെയ്യില്ല. ദേ റെക്കോർഡ് ദ ട്രാൻസാക്ഷൻ ഇൻ വേരിയസ് ബുക്സ് മെയിൻറ്റെയിൻഡ് ബൈ ദ ഫേം. നമ്മളെ കമ്പനിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വേരിയസ് ബുക്സ് ഓഫ് ട്രാൻസാക്ഷൻസിൽ മാത്രം എന്ത് ചെയ്യും, അവരങ്ങനെ എഴുതി വെക്കും. എന്നാൽ ഓഡിറ്റർ എന്ത് ചെയ്യണം, ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം. ഇതാണ് മെയിൻ ഡിഫറൻസ്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ബ്രീഫ് ചെയ്ത് ഞാൻ പറഞ്ഞു തരാം. ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേ ടു ഡേ ബിസിനസ് ട്രാൻസാക്ഷൻസ് എഴുതുന്ന ഡ്യൂട്ടിയാണെന്ത് ബുക്ക് കീപ്പിംഗ്. ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെരിഫിക്കേഷനാണ്. ബുക്ക് കീപ്പിംഗ് ചെയ്യുന്ന ആളെ പേര് ഒന്നെങ്കിൽ ജൂനിയർ അക്കൗണ്ടൻ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ബുക്ക് കീപ്പറാണ്. ഓഡിറ്റിംഗ് നടത്തുന്ന ആൾ ഓഡിറ്ററാണ്. ബുക്ക് കീപ്പർക്ക് ഒരു സ്പെഷ്യൽ ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. അത് നേരെ മറിച്ച് ഓഡിറ്റർ കാണുന്നുണ്ടെങ്കിലോ അയാൾക്ക് സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ്ങുമാണ്, ക്വാളിഫൈഡ് CA പാസ്സായ ആളായിരിക്കണം. ബുക്ക് കീപ്പറുടെ മെയിൻ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ജേണലും ടാലി ചെയ്യുക അല്ലെങ്കിൽ അതങ്ങനെ പോസ്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെരിഫിക്കേഷൻ ചെയ്യുന്ന ആളാണ്. ഓക്കെ. പിന്നെ ബുക്ക് കീപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഡെയിലി റുട്ടീനാണ്, അതൊരു മെക്കാനിക്കൽ പ്രോസസ്സാണ്, അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടേയിരിക്കും. ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു ടെക്നിക്കൽ പരമായിട്ടൊക്കെ ചിന്തിച്ചിട്ട് ചെയ്യുന്ന ജോലിയാണ്. ബുക്ക് കീപ്പർക്ക് സാലറി ആണ് ഉണ്ടാവുക, ഓഡിറ്റർക്ക് ഫീ ആണ് ഉണ്ടാവുക. ബുക്ക് കീപ്പർ നമ്മളെ കമ്പനീൻ്റെ ഉള്ളിലുള്ളൊരു എംപ്ലോയി ആണ്, ഓഡിറ്റർ കമ്പനീൻ്റെ പുറത്തുള്ളൊരു എംപ്ലോയി ആണ്. ഓക്കെ. ബുക്ക് കീപ്പിംഗ് അവസാനിച്ചതിന് ശേഷമാണ് ഓഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ. പിന്നെ അതുപോലെ ലാസ്റ്റ് ഫൈനലി പറയുന്നത് എന്താണെന്നുണ്ടെങ്കിൽ ബുക്ക് കീപ്പർ ഒരു സ്പെഷ്യൽ റിപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമില്ല. അയാളെ ബുക്സിൽ മാത്രം ഇങ്ങനെ പോസ്റ്റ് ചെയ്ത് പോയാൽ മതി. എന്നാൽ ഓഡിറ്റർ അങ്ങനെയല്ല. ഓഡിറ്റർ അപ്പോയിൻറ്റ് ചെയ്ത ആൾക്കാർക്ക് അദ്ദേഹം ഫൈനലി വെരിഫൈ ചെയ്തതിന് ശേഷം ബുക്സ് ഒരു റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം. ഇത്രയാണ് മെയിൻ ഡിഫറൻസ് ആയിട്ട് ബുക്ക് കീപ്പിങ്ങും ഓഡിറ്റിങ്ങും തമ്മിൽ പറയാനുള്ളത്. ഓക്കെ. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്
ഡിഫറൻസ് ബിറ്റ്വീൻ ഓഡിറ്റിംഗ് ആൻഡ് അക്കൗണ്ടൻസി. അക്കൗണ്ടൻസിയും ഓഡിറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസാണ്. ഒന്ന് രണ്ട് പോയിൻറ്റ്സ് അതിന് മുന്നേ നോക്കാണ്ട്. അക്കൗണ്ടൻസി ബിഗിൻ വെയർ ദ ബുക്ക് കീപ്പിംഗ് എൻഡ്സ്. നമ്മളെ ബുക്ക് കീപ്പർ അയാളെ ഡേ ടു ഡേ ട്രാൻസാക്ഷനും കാര്യങ്ങളൊക്കെ എഴുതി വെച്ച പുസ്തകത്തിൻ്റെ വർക്ക് എപ്പോഴാണ് അവസാനിക്കുന്നത് അവിടെ നിന്നാണ് അക്കൗണ്ടൻസി സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം അയാൾ ആ നടത്തിയിട്ടുള്ള ഡെയിലി ക്യാഷ് ബുക്ക് നമ്മൾ എന്ത് ചെയ്യും, അക്കൗണ്ടിങ് സ്റ്റേറ്റിലേക്ക് മാറ്റും. അവിടെയാണ് അക്കൗണ്ടൻസി സ്റ്റാർട്ട് ചെയ്യുന്നത്. അക്കൗണ്ടൻസി മീൻസ് ദ കംപ്ലീഷൻ ഓഫ് അക്കൗണ്ട്സ് ഇൻ സച്ച് എ വേ ദാറ്റ് one is in the position to know the state of affairs of the business. It is concerned with the accountancy എന്തൊക്കെയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ മേക്കിംഗ് എ ട്രയൽ ബാലൻസ്, മേക്കിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ്സ്, പ്രിപ്പറേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. ദ അക്കൗണ്ടൻറ്റ് ഇത്രയും കാര്യങ്ങൾ ചെയ്യും. പിന്നെ അതിന് പുറമെ ദ അക്കൗണ്ടൻറ്റ് സൂപ്പർവൈസസ് ദ കോർഡിനേറ്റ്സ് ദ വർക്ക്സ് ഓഫ് ബുക്ക് കീപ്പിംഗ് സ്റ്റാഫ്. അക്കൗണ്ടൻറ്റുമാരാണ് എന്ത് ചെയ്യുക, ബുക്ക് കീപ്പിംഗ് സ്റ്റാഫിനെ കോർഡിനേറ്റ് ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുന്നത്. He advised the owners of the business on all the important matters pertaining to the accounts and finance. ഫൈനാൻസും അക്കൗണ്ടുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും മാനേജേഴ്സിനെ അല്ലെങ്കിൽ ടോപ്പ് ലെവലിനെ അറിയിക്കുന്നത് അക്കൗണ്ടൻ്റാണ്. അക്കൗണ്ടൻ്റ് മെയിനായിട്ട് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുക, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്യുക, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക, അതായത് അക്കൗണ്ടിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യുക, പ്ലസ് ബുക്ക് കീപ്പറെ ഒരു കോർഡിനേറ്റ് ചെയ്യുക, അയാളെ മേൽനോട്ടം വഹിക്കുക, സൂപ്പർവൈസ് ചെയ്യുക. അതിന് പുറമെ നമ്മളെ കമ്പനിക്കുള്ള എന്തെങ്കിലും ഫൈനാൻഷ്യൽ അഡ്വൈസോ കാര്യങ്ങളോ കൊടുക്കാനുണ്ടെങ്കിൽ അതും കൊടുക്കുക. ഇതാണ് ഒരു അക്കൗണ്ടൻറ്റ് ചെയ്യുന്നത്. ഇതാണ് അക്കൗണ്ടൻസിയിൽ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് കമ്പനി. അതിൻ്റെ കറക്റ്റ് ഒരു ഫോമിലാക്കും. ഇനി അതിൻ്റെ ഡിഫറൻസുകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കുറച്ച് ഡിഫറൻസ് ഉണ്ട്, സിമ്പിളാണ്. അക്കൗണ്ടൻസി ബിഗിൻസ് വെയർ ദ ബുക്ക് കീപ്പിംഗ് എൻഡ്സ്. നമ്മൾ പറഞ്ഞു ബുക്ക് കീപ്പിംഗ് എവിടെയാണ് അവസാനിക്കുന്നത് അവിടെ അക്കൗണ്ടൻസി സ്റ്റാർട്ട് ചെയ്യും. എന്നാൽ ഓഡിറ്റിംഗ് നേരെ മറിച്ചാണ്. വെയർ ദ അക്കൗണ്ടൻസി എൻഡ്സ് ദ ഓഡിറ്റിംഗ് ബിഗിൻസ്. അക്കൗണ്ടൻസി എവിടെയാണ് അവസാനിക്കുന്നത് അവിടെയാണ് എന്ത് ചെയ്യുക, ഓഡിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അക്കൗണ്ടൻസി ചെയ്യുന്ന ആളെ പേര് അക്കൗണ്ടൻ്റ് എന്നാണ്. ഓക്കെ. ഓഡിറ്റിംഗ് ചെയ്യുന്ന ആളെ പേരെന്താ, ഓഡിറ്റർ എന്നാണ്. ഓക്കെ. അക്കൗണ്ടൻറ്റ് CA പാസ്സാവണമെന്ന് ഒരു നിർബന്ധമില്ല. മൂന്നാമത്തെ ഡിഫറൻറ്റ് അതാ പറയുന്നത്. അക്കൗണ്ടൻറ്റിന് CA പാസ്സാവണം ഒരു നിർബന്ധമില്ല. പക്ഷേ ഓഡിറ്റർ എന്താവണം, CA പാസ്സായിരിക്കണം. അയാൾക്ക് അതിൻ്റേതായിട്ടുള്ള ഓഡിറ്റ് ചെയ്യുന്ന ട്രെയിനിങ് ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കണം. അക്കൗണ്ടൻസിയിൽ ഉണ്ടാവുക ഇറ്റ് ഇൻക്ലൂഡ്സ് ദ പ്രിപ്പറേഷൻ ഓഫ് ട്രയൽ ബാലൻസ്, മേക്കിംഗ് ദ അഡ്ജസ്റ്റ്മെൻറ്റ്, പ്രിപ്പയറിംഗ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ആൻഡ് അനലൈസ് ആൻഡ് ഇൻ്റർപ്രറ്റ് ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഇതെല്ലാം ചെയ്യുന്നതാണെന്ത് അക്കൗണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ. ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ് മുതലേ പഠിച്ചു വരുന്ന കാര്യമാണ്. അക്കൗണ്ടൻ്റ് എന്താ ചെയ്യുക, അക്കൗണ്ടൻസി എന്ന് പറഞ്ഞാൽ എന്താണ്. എന്നാൽ ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് കൺസേൺ വിത്ത് അനലിറ്റിക്കൽ ആൻഡ് ക്രിട്ടിക്കൽ എക്സാമിനേഷൻ ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് ദ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ടു ഫൈൻഡ് ഔട്ട് ദ അക്യുറസി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ട്സും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റൊക്കെ അനലൈസ് ചെയ്യുക, അല്ലെങ്കിൽ ക്രിട്ടിക്കലി അനലൈസ് ചെയ്യുന്ന ഡ്യൂട്ടിയാണ് ഓഡിറ്റർക്ക് എന്ന് പറഞ്ഞാൽ. ദ അക്കൗണ്ടൻറ്റ് പ്രിപ്പയർ ദ ട്രയൽ ബാലൻസ് ആൻഡ് ഫൈനൽ അക്കൗണ്ട്സ് ഇറ്റ്സ് കൺസേൺഡ്. നമ്മളെ സ്ഥാപനത്തിൻ്റെ ഫൈനൽ അക്കൗണ്ടും സ്റ്റേറ്റ്മെൻറ്റൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത് അക്കൗണ്ടൻ്റ് ആണ്. Auditor is to find out whether the final accounts exhibit true and fair the view of the state of affairs of this concern. കറക്റ്റായിട്ടും സത്യസന്ധമായിട്ടുമാണ് പ്രിപ്പയർ ചെയ്തെന്നുള്ളത് വെരിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഓഡിറ്ററെ ഡ്യൂട്ടി. അക്കൗണ്ടൻറ്റിൻ്റെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആണ്. ത്രൂ ഔട്ട് ദ ഫൈനാൻഷ്യൽ ഇയർ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളാണെന്ത് അക്കൗണ്ടൻ്റ് എന്ന് പറഞ്ഞാൽ. എന്നാൽ ഓഡിറ്റർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇയർ ക്ലോസ് ആയതിൻ്റെ ശേഷം, ഫൈനാൻഷ്യൽ ഇയർ അവസാനിച്ചതിൻ്റെ ശേഷമാണ് ഓഡിറ്റിങ്ങിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ. അക്കൗണ്ടൻ്റാണ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക. ഓഡിറ്റർ അതിൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അക്യുറസി വെരിഫൈ ചെയ്യും. അക്കൗണ്ടൻസി ഈസ് നെസസറി. അക്കൗണ്ടൻസി കമ്പനിയെ സംബന്ധിച്ച് നെസസറി ആണ്. പക്ഷേ ആദ്യ കാലഘട്ടങ്ങളിൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലക്ഷറി, അതായത് കമ്പനിക്ക് ആവശ്യമില്ലാത്തൊരു കാര്യമാണ്. ഒരു എക്സ്ട്രാ എമൗണ്ട് കമ്പനിക്ക് ഒരു എക്സ്ട്രാ ബേർഡൻ ആയിട്ട് കാണുന്നതായിരുന്നു ആദ്യ കാലഘട്ടങ്ങളിൽ ഓഡിറ്റിംഗ് ഉണ്ടായിരുന്നത്. പക്ഷേ നൗ ഇറ്റ്സ് കമ്പൽസറി. ഓക്കെ, നൗ ഇറ്റ്സ് നെസസറി ആണ്. ആദ്യകാലത്ത് അത് ലക്ഷറിയസ് കോൺസെപ്റ്റ് ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഇറ്റ്സ് എ നെസസറി പ്രോസസ്സാണ്. നെക്സ്റ്റ് ഡിഫറൻറ്റ് എന്താണെന്നുണ്ടെങ്കിൽ അൻ അക്കൗണ്ടൻറ്റ് ഈസ് സാലറീഡ് സ്റ്റാഫ്, റെഗുലർ എംപ്ലോയി ഓഫ് ദി കൺസേൺ. നമ്മുടെ സ്ഥാപനത്തെ സംബന്ധിച്ച് ഒരു ഇൻസൈഡറാണ്, അയാൾ റെഗുലർ എംപ്ലോയി ആണ്, അദ്ദേഹത്തിന് സാലറിയാണ് കൊടുക്കുന്നത്. എന്നാൽ ഓഡിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ആൻ ഔട്ട്സൈഡ് എംപ്ലോയി, ഔട്ട്സൈഡ് സ്റ്റാഫാണ്, ഒരു പുറത്തൊരാളാണ്. ഈ പെയ്ഡ് ഫോർ എ ഫിക്സ്ഡ് ഫീ, അദ്ദേഹത്തിന് കൊടുക്കുന്നത് ഫീ ആണ് നമ്മൾ അദ്ദേഹത്തിന് പേ ചെയ്യുന്നത്. ആൻ അക്കൗണ്ടൻറ്റ് ഈസ് നോട്ട് റിക്വയർഡ് ടു സബ്മിറ്റ് എനി റിപ്പോർട്ട് ടു ദ
പ്രൊപ്പറേറ്റേഴ്സ് ഓഫ് ദി ബിസിനസ്. നമ്മളെ ബിസിനസ് ഓണേഴ്സിന് എന്തെങ്കിലും റിപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നും പ്രിപ്പയർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യകത ആർക്കില്ല, അക്കൗണ്ടൻ്റ് ഇല്ല. പക്ഷേ ഓഡിറ്റർക്കുണ്ട്. ഓഡിറ്റർ ഹാസ് ടു പ്രിപ്പയർ ഓഡിറ്റ് റിപ്പോർട്ട്. ഓക്കെ, ഇത്രയാണ് മെയിനായിട്ടുള്ള ഡിഫറൻറ്റ്. നമ്മൾ വളരെ വ്യക്തമായിട്ട് സിമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ളത് ഓഡിറ്റിങ്ങും അക്കൗണ്ടൻസും തമ്മിലുള്ള ഡിഫറൻസ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോയിൻറ്റ്സുകളാണ്. ഞാൻ ഒന്നുകൂടി ഒന്ന് വെരിഫൈ ചെയ്ത് തരാം. ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് അക്കൗണ്ടൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബുക്ക് കീപ്പിംഗ് അവസാനിക്കുമ്പോൾ അക്കൗണ്ടൻസി സ്റ്റാർട്ട് ചെയ്യും. അതിൻ്റെ വെരിഫിക്കേഷനാണ് സത്യത്തിൽ ഓഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അക്കൗണ്ടൻസി ചെയ്യുന്ന ആളെ പേര് അക്കൗണ്ടൻ്റ് എന്നാണ്, എന്നാൽ ഓഡിറ്റിംഗ് ചെയ്യുന്ന ആളെ പേര് ഓഡിറ്റർ എന്നാണ്. അതൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ് പാസ്സാവണമെന്ന് ഒരു നിർബന്ധമില്ല അക്കൗണ്ടൻസി ചെയ്യുന്ന ആൾക്ക്, എന്നാൽ ഓഡിറ്റ് ചെയ്യുന്ന ആൾക്ക് CA പാസ്സായിരിക്കണം. ഈ ഓഡിറ്ററുടെ ഡ്യൂട്ടി എന്താണെന്നുണ്ടെങ്കിൽ നമ്മളെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുക, പിന്നെ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ അനലൈസും ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റൊക്കെ നടത്തുക. അതിൽ എത്രത്തോളം അക്യുറേറ്റ് ആണ് അല്ലെങ്കിൽ കറക്റ്റ് ആണെന്ന് മനസ്സിലാക്കുക എന്നുള്ളത് ഡ്യൂട്ടിയാണ് ഓഡിറ്റർക്കുള്ളത്. അക്കൗണ്ടൻറ്റ് നമ്മളെ കമ്പനിയിലെ റെഗുലർ സ്റ്റാഫ് ആയിരിക്കും. അയാൾ ത്രൂ ഔട്ട് ദ ഇയർ ഫൈനാൻഷ്യൽ ഇയർ കംപ്ലീറ്റ് വർക്ക് ചെയ്യും. അയാൾക്ക് കൊടുക്കുന്നത് സാലറിയാണ്. എന്നാൽ ഓഡിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫൈനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിൽ എല്ലാ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റും പ്രിപ്പയർ ആയതിൻ്റെ ശേഷമാണ് ഓഡിറ്റർ എൻട്രി. അയാൾക്ക് കൊടുക്കുന്നത് ഫീസാണ്. അയാൾ നമ്മളെ റെഗുലർ എംപ്ലോയി അല്ല, ഒരു ഔട്ട്സൈഡറാണ് ഓഡിറ്റർ. ഓക്കെ, പിന്നെ അവസാനം നമ്മളെ അക്കൗണ്ടൻ്റ് എന്ത് ചെയ്യണം, ഒരു അക്കൗണ്ടൻ്റ് പ്രത്യേകിച്ച് റിപ്പോർട്ടും കാര്യങ്ങളൊന്നും പ്രിപ്പയർ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഓഡിറ്റർ ഓഡിറ്റിങ്ങിന് ശേഷം എന്ത് ചെയ്യണം, ഓഡിറ്റ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണം. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്.